ധാത്രിക ഭാഗം 12. ഒന്ന് ഫ്രഷായി ടീഷർട്ടും എടുത്തിട്ട് അലക്സ് പുറത്തേക്ക് നടന്നു. വരാന്തയിലൂടെ നടന്നു പോവുകയായിരുന്ന ആളുകളോട് അവൻ അഥർവിനെ കണ്ടു എന്ന് തിരകെ ഇല്ലെന്ന് മറുപടിയും കിട്ടി. ചേട്ടാ, എന്നാൽ ഇവനിതെവിടെ പോയി? അലക്സ് അവിടെ മുഴുവൻ അന്വേഷിച്ചു. അവനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അലക്സ് എല്ലാവരും എക്സസൈസ് ചെയ്യുന്ന ഗ്രൗണ്ടിലേക്ക് ചെന്നു. ദീപക്, റോയ്, സാം. അലക്സിൻ്റെ വിളി കേട്ട് മൂവരും അവനെ നോക്കി. എന്താ അലക്സ്, നിങ്ങൾ അഥർവിനെ കണ്ടായിരുന്നോ? അഥർവോ? രാവിലെ എക്സസൈസ് ചെയ്യാനും കാണില്ലായിരുന്നല്ലോ. ഞങ്ങൾ പറയുകയായിരുന്നു ക്ഷീണകാരന് ഉറങ്ങിപ്പോയതാവും എന്ന്. ദീപക് പറഞ്ഞു. അവൻ ചിലപ്പോൾ പുറത്തേക്കെങ്ങാനും പോയി കാണും. അവരങ്ങനൊരു ശീലമുണ്ടല്ലോ, റോയ് പറഞ്ഞു. പക്ഷേ നീ വിഷമിക്കണ്ട, നമുക്ക് ഉബൈദിനോട് പറയാം. അവർ അലക്സിനെയും കൂട്ടി ഉബൈദിനെ കണ്ട് കാര്യം പറഞ്ഞു. കുട്ടി സാബിനെ ഞങ്ങളാരും കണ്ടില്ലല്ല. ചായ കുടിക്കാൻ വരാത്തതുകൊണ്ട് അതുമായിട്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു നമ്മൾ, ഉബൈദ് പറഞ്ഞു. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. അവനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചോണോ എന്നാ, അലക്സ് ആശങ്കയോട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലപ്പാ, നമുക്ക് അന്വേഷിക്കാമെന്ന്. ഞാൻ നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് വരട്ടെ, ഉബൈദ് സമാധാനിപ്പിച്ചു. ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം, അലക്സ് പറഞ്ഞു. ഇരുവരും ചെന്ന് ദ്വീപ് മുഴുവനും അന്വേഷിച്ചു. ഇനി ആന്ധ്രോത്തോം എനിക്കതില്ല മറ്റോ, റോയ് ചോദിച്ചു. ഇല്ല, അവിടേക്കൊന്നും പോകാൻ സാധ്യതയില്ല. എന്തോ പ്രശ്നമുണ്ട്. വിവരം മിസ്റ്റർ സാറിനെ അറിയിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, അലക്സ് പറഞ്ഞു. വരട്ടെ, അത്ര വന്നത് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്തോ ഒരു മൂഡ് ഓഫ്. വീട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ദീപക് ചോദിച്ചു. അലക്സ് ഒന്ന് പറഞ്ഞേ. ചെറിയൊരു പ്രശ്നം ഉണ്ടായതാ. അതിൻ്റെ പേരിൽ അവൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് അലക്സിൻ്റെ ഫോൺ അടിച്ചു. അവൻ ഫോൺ എടുത്ത് നോക്കി. മീനുവിൻ്റെ നമ്പർ. എന്താ ചെയ്യുക? അഥർവിനെ കിട്ടാത്തതുകൊണ്ട് വിളിക്കുന്നതാ. അവൻ കോൾ കട്ട് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ആരാ വിളിച്ചത്? സാം ചോദിച്ചു. അഥർവിനെ വിളിച്ച് വിളിക്കുന്നതാ. ഞാൻ എന്ത് പറയും? ഞാനേതായാലും മിസ്റ്റർ സാറിനെ കണ്ട് കാര്യം പറയാൻ പോവുകയാണ്, അതും പറഞ്ഞു അലക്സ് നടന്നു. ദീപകും സാമും റോയും പരസ്പരം നോക്കി. പിന്നെ അവരും അവരൊപ്പം ചേർന്നു. മിസ്റ്റർ ഗൗരവത്തോടെ അലക്സിനെ നോക്കി. അലക്സ് എന്താ പറയുന്നത്? അഥർവിനെ കാണാനില്ലെന്നോ? അതെ സാർ, ഞങ്ങൾ ഈ ദ്വീപ് മുഴുവൻ അന്വേഷിച്ചു. അവരെ കണ്ടെത്താനായില്ല. ഫോണും സ്വിച്ച് ഓഫാ. മിസ്റ്റർ ഗൗരവത്തോടെ തലകുലുക്കി. നിങ്ങൾ പറയുന്നത് അവനെ ആ തീവ്രവാദികളെങ്ങാനും കടത്തിക്കൊണ്ടുപോയി എന്നാണോ? മിസ്റ്റർ ചോദിച്ചു. അലക്സ് ഒന്ന് ഞെട്ടി. സാർ, അത്... അലക്സ് എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി നിന്നു. അതൊരു നാട്ടിൽ നിന്ന് വന്നത് മുതലേ വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു സാർ. ഇന്നലെയും വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു അവൻ, ദീപക് പറഞ്ഞു. ആണോ അലക്സ്? മിസ്റ്റർ ചോദിച്ചു. അതെ സാർ, അവനൊരു പ്രോബ്ലത്തിലായിരുന്നു. എന്ത് പ്രോബ്ലം? അത് അവൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവനൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് ആ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. ഇന്നലെ അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അതറിഞ്ഞത് മുതൽ അവൻ ഇരുവരും കൊണ്ട പോലെയായിരുന്നു. രാത്രി ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അവൻ. പിന്നെ അവനെ കണ്ടില്ല. നാട്ടിൽ നിന്ന് അവൻ്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ നോക്കിയത്. മിസ്റ്റർ ഗൗരവത്തോടെ എന്തോ ആലോചിച്ചു. താൻ അവരോട് പറഞ്ഞോ അവനിവിടെ കാണാനില്ലെന്ന്? ഇല്ല സാർ. കേട്ടിടത്തോളം കുറച്ച് പ്രശ്നങ്ങളാണല്ലോ. അഥർവിൻ്റെ ഡിപ്രഷനിലാണെന്നും എനിക്ക് തോന്നിയിരുന്നു. നിങ്ങളേതായാലും അമിനിയിലും ആന്ധ്രത്തും കടമത്തും മിനിക്കോയിലും കൽപ്പേനിയിലും ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കും. അവിടെയെങ്കിലും ഇല്ലെങ്കിൽ മറ്റു ദ്വീപിലേക്ക് നോക്കാം, അവൻ പറഞ്ഞു. ശരി സാർ. അവർ സല്യൂട്ട് ചെയ്ത് തിരിഞ്ഞു നടന്നു. അലക്സ്, 1 മിനിറ്റ്, മിസ്റ്റർ പറഞ്ഞു. അലക്സ് നിന്നു. അതൊരു നാട്ടിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലല്ലോ. അത് ആ പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ട് അത് പറയാൻ പറ്റില്ല സാർ. അവളെന്നാലേ അവന് അത്രയ്ക്ക് ജീവനാണ് അവന്. അവൻ നാട്ടിലെത്തിയൊന്ന് അന്വേഷിക്കും. പക്ഷേ അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ വേണം ചോദിക്കാൻ. പിന്നെ ഇന്നലെ നൈറ്റ് പെട്രോളിംഗ് ആരായിരുന്നു? അത് ജേസന് വയ്യാത്തതുകൊണ്ട് അഥർവിനായിരുന്നു ഡ്യൂട്ടി. പിന്നെ അലക്സ് പോയിക്കോളൂ, മിസ്റ്റർ എന്തോ ആലോചിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. ശരി സാർ. അലക്സ് പോയി. മിസ്റ്റർ ഗൗരവത്തോടെ ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഫോൺ എടുത്തു. ഹലോ രത്തൻലാൽ, ഒരു കാര്യമുണ്ട്. ഇന്നലെ രാത്രി സംശയാസ്പദമായ രീതിയിൽ കടലിൽ ഏതെങ്കിലും ഷിപ്പോ ബോട്ടോ വന്നതായി ചെക്ക് ചെയ്യണം.
ഒരു അപകടം മണക്കുന്നുണ്ട്. മിസ്റ്റർ അതും പറഞ്ഞ് ഫോൺ വെച്ചു. എല്ലാവരും അഥർവിനെ എല്ലായിടത്തും അന്വേഷിച്ചു. ഒരു വിവരം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് അവൻ നാട്ടിലേക്ക് പോയി കാണുമോ എന്നാ, ദീപക് പറഞ്ഞു. അതെ, പ്രേമിക്കുന്ന പെണ്ണിനെ കാണാതായി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇരിക്കപ്പുറതി ഉണ്ടാകുമോ? റോയ് അഭിപ്രായത്തെ പിന്തുണച്ചു. നോ, അവൻ അങ്ങനെ പോവില്ല. അതൊരിക്കലും അവൻ്റെ മീനുവിനെ അംഗീകരിക്കാനാവില്ല. ഇത്ര ഭീരുവാണ് അഥർവെന്ന് അവൾ ചോദിക്കുമെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റെന്തോ ആണ്, അലക്സ് പറഞ്ഞു. എന്നാൽ ചിലപ്പോൾ വീട്ടുകാരിലുള്ള പ്രതിഷേധമായിരിക്കും. നാട് വിട്ട് ഒന്ന് പേടിപ്പിച്ച വീട്ടുകാരെ സമ്മതിച്ചാലോ, സാം പറഞ്ഞു. അലക്സ് ഒന്ന് ഞെട്ടി. ഒന്നും വിടാതെ അവൻ എഴുന്നേറ്റ് കടപ്പുറത്തേക്ക് നടന്നു. സാം പറഞ്ഞതിൽ കാര്യമുണ്ട്. അച്ഛനാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞ് അവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് അവൻ. ഇനി അങ്ങനെ എന്തെങ്കിലും. അവൻ്റെ നെഞ്ചിലൊരു കൊള്ളിവാൾ മിന്നി. നോ, മീനുവിനൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ വഴിയില്ല. ഓരോന്നാലോചിച്ച് നടക്കവേ പെട്ടെന്ന് അവൻ്റെ കാലിൽ എന്തോ തടഞ്ഞു. അവൻ നോക്കി. ഒരു ഫോൺ. അവനെ നെറ്റിച്ചൊളിഞ്ഞു. സംശയത്തോടെ അവനത് എടുത്ത് നോക്കി. അത് പൊട്ടിയിരിക്കുന്നു. ഒരു പിടിവലിയിലായിരിക്കണം. അതിൻ്റെ കവറും കീറിയിട്ടുണ്ട്. ഇതെവിടെയോ അവൻ ആലോചിച്ചു. പെട്ടെന്ന് അവൻ ഞെട്ടി. ഇത് അഥർവിൻ്റെ ഫോണല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? സാം, റോയ്, ദീപക് ഒന്നും കൊണ്ടേ. അലക്സിനെ വിളിയിട്ട് അവർ അവിടേക്ക് വന്നു. എന്താ അലക്സ്? ദേ ഇത് നോക്കി, ഇത് അഥർവിൻ്റെ ഫോണല്ലേ? അവർ ആ ഫോൺ വാങ്ങി സ്വിച്ച് ഓൺ ആക്കി. വാൾപേപ്പറിൽ അഥർവിൻ്റെയും മീനുവിൻ്റെയും ഫോട്ടോ തെളിഞ്ഞു. അലക്സ് അത് നോക്കി. അതെ, ഇത് അഥർവിൻ്റെ ഫോണാ. ഇതെങ്ങനെ ഇവിടെ വന്നു? അലക്സ് സംശയത്തോടെ ചോദിച്ചു. അവർ ആ ഫോൺ തിരിച്ചും മറിച്ച് നോക്കി. അലക്സ്, സംതിങ് റോങ്. ദേ ഈ ഫോണിൻ്റെ കവറൊക്കെ കയറിയിരിക്കുന്നു. ഒരു പിടിവലി നടന്ന ലക്ഷണം. അവരെന്തെങ്കിലും അപകടം? ബാക്കി പറയാനാവാതെ റോയ് ദീർഘമായി ഒന്ന് നിർത്തി. അലക്സ് തളർച്ചയോടെ അവിടെ ഇരുന്നു. കർത്താവേ, ഇനി എന്താ ചെയ്യുക? നമുക്കുടനെ സാബിനെ വിവരം അറിയിക്കാം. നീ വാ. അവർ 4 പേരും നടന്നു. മിസ്റ്റർ എന്തോ ആലോചിച്ചിരുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ നേരാണോ? അതെ സാർ, അഥർവിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അത് തീർച്ചയാണ്, അലക്സ് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ഫോൺ അടിച്ച് അവൻ എടുത്തു നോക്കി. മീനു. അവൻ നിന്ന് പരിങ്ങി. സാർ, അഥർവിനെ തിരികെ വിളിക്കുന്നതാ. ഞാൻ എന്താ പറയുക? അവനെ കാണാനില്ല എന്നങ്ങനെ പറഞ്ഞാൽ, അലക്സ് ഭീതിയോടെ പറഞ്ഞു. അലക്സ്, അഥർവിന് എന്താ പറ്റിയതെന്ന് കൺഫേം ചെയ്ത് എങ്ങനെയാണ് എന്തെങ്കിലും പറയുക? ആ തീവ്രവാദികൾ അവനെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും അവൻ്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറയും, മിസ്റ്റർ പറഞ്ഞു. അലക്സ് ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. സാർ, അത് അലക്സ് എന്ത് പറയണമെന്നറിയാതെന്ന് പിന്നെ പതിയെ തിരിഞ്ഞു നടന്നു. അലക്സ് ഫോണും പിടിച്ച് കുറേ സമയം നിന്നു. ദീപക്കും സാമും റോയിയും അവരരികിൽ വന്നിരുന്നു. അലക്സ്, നീ എന്താ ആലോചിക്കുന്നത്? അഥർവെന്ന് വെച്ചാൽ ജീവന, വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് ജീവന. ആ സ്നേഹം കണ്ടറിഞ്ഞവനാ ഞാൻ. എങ്ങനെയാടാ അവനെ കാണാനില്ലെന്ന് ഞാൻ വിളിച്ചു പറയുന്നത്? അവൻ വിഷമത്തോട് ചോദിച്ചു. എന്ന് വെച്ച് അറിയിക്കാതെ പറ്റുമോ? അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർ ചോദ്യം ഉന്നയിക്കില്ലേ, എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന്? അലക്സ് നീട്ടി. അവനൊന്നും സംഭവിക്കില്ല. അവൻ്റെ ഫോൺ വീണ്ടും അടിച്ചു. മീനുമാണ്. കരഞ്ഞുകൊണ്ട് നിസ്സഹായതയോടെ അവൻ ഫോൺ കട്ട് ചെയ്തു. ആരാടാ? ഞാൻ പറഞ്ഞില്ലേ, അതൊരു സ്നേഹിക്കുന്ന ആ കുട്ടി. അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവളെ തിരികെ കിട്ടി. തിരിച്ചു വന്നത് മുതൽ അവൾ മേടിക്കുക അവനെ. ഇത് 5ാമത്തെ തവണയാണ്. നിനക്ക് ഫോണെടുത്ത് കാര്യങ്ങൾ പറയരുത്. നോ, ഈ വിവരങ്ങാനും പറഞ്ഞാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല. അവനെന്ന പ്രാണന അവൾക്ക്. ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. നീ അവൻ്റെ വീട്ടിലേക്ക് വിളിക്കുക, എന്നിട്ട് അച്ഛനോട് വിവരം പറ. അലക്സ് ഫോണെടുത്ത് മേലെടുത്ത് തറവാട്ടിലേക്ക് വിളിച്ചു. ഫോണടിക്കുന്ന ശബ്ദം കേട്ട് സൗദാമിനി ഹാൾ മുറിയിലേക്ക് വന്നു. ഇതാരാ ഇപ്പോൾ വിളിക്കുന്നത്? സൗദാമിനി ഫോണെടുത്തു. ഹലോ, സൗദാമിനി ആൻറ്റിയാണോ? ചോദ്യം കേട്ട് അവരൊന്ന് നെറ്റിച്ചൊളിച്ചു. അതെ, ആരാ? ഗൗരവത്തോട് ചോദിച്ചു. ഞാൻ അലക്സാ, അഥർവിൻ്റെ ഫ്രണ്ട്. ഓ, നീയായിരുന്നോ? എന്താ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചത്? അത് അവിടെ ശിവരാമനങ്ങളോ ശങ്കരനങ്ങളോ ഉണ്ടോ? എന്താ കാര്യം? അത് അഥർവിൻ്റെ ഒരു കാര്യം പറയാനാ. ഞാനവൻ്റെ അമ്മായിയാ. അവൻ്റെ കാര്യം എന്നോട് പറഞ്ഞാൽ മതി. സൗദാമിനി അല്പം തണ്ടോടെ തന്നെ പറഞ്ഞു. അത് ശരിയാവില്ല. അമ്മാവന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫോൺ കൊടുക്ക്. കാര്യം മനസ്സിലായി. ആ പെണ്ണിനെ കാണാതായതിനെ അവനവിടെ ഉണ്ണാവ്രതം ഇരിക്കുകയായിരിക്കും. റെക്കമെൻഡേഷന് വിളിച്ചതാണ്. വേണ്ട, അവൾ ഇന്നലെ രാത്രി തന്നെ തിരിച്ചു വന്നു. അവളോട് ചെന്ന് പറഞ്ഞേക്ക്. അല്ല, അവളെന്താ അവനെ വിളിച്ചില്ലായിരുന്നു?
അവളെന്താ അവനെ പിടിച്ചില്ലായിരുന്നോ? അത്രയ്ക്ക് ചങ്കിക്കൊണ്ട പ്രേമമായിരുന്നല്ലോ അവർ തമ്മിൽ. അലക്സിന് എല്ലാം കിട്ടി ദേഷ്യം വന്നു. അവൻ കോപം മടക്കി. ആൻറ്റി പ്ലീസ്, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ദയവ് ചെയ്ത് ആ ഫോൺ അവർക്ക് ആർക്കെങ്കിലും കൊടുക്ക്. അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഈ സമയം പ്രഭാകരൻ അവിടേക്ക് വന്നു. ആരാ സൗദാമിനി? അപ്പുമോൻ്റെ ആ ഫ്രണ്ടാ. അവനെക്കുറിച്ച് എന്തോ പറയാനുണ്ട് പോലും. ശിവേട്ടനോ ശങ്കരേട്ടനോ ഫോൺ കൊടുക്കാൻ എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറ്റില്ല അത്രേ. സൗദാമിനി അല്പം പരിഭവത്തോടെ പറഞ്ഞു. ഫോൺ ഇവിടുത്താ. അയാൾ ഫോൺ വാങ്ങി. ഹലോ അലക്സ്, ഞാൻ പ്രഭാകരനാ. എന്താ നിനക്ക് പറയാനുള്ളത്? അങ്കിൾ, അത് അതാർ. മനസ്സിലായി. മീനുവിനെ ഞാൻ തട്ടിക്കൊണ്ടുപോയി എന്ന് കരുതി അവനവിടെ കിടന്ന് എരിപൊരി കൊള്ളുകയായിരിക്കും. അവൾ ഇന്നലെ രാത്രി തന്നെ തിരികെത്തി. ഇനി ഇതിൻ്റെ പേരിൽ വഴക്കും ദേഷ്യമൊക്കെ ഇരിക്കാൻ അവൻ്റെ പാവമെങ്കിൽ ആയിക്കോട്ടെ. അങ്കിൾ, അവൻ എന്തോ പറയാൻ വന്നു. വേണ്ട അലക്സ്, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായി. സ്വന്തം അച്ഛനാണെന്ന് പോലും നോക്കാതെ അവൾക്ക് വേണ്ടി എന്നെ വിളിച്ച് പറയാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ചവൻ അവൻ. മകനാണെന്ന് വെച്ചാൽ എല്ലാം ക്ഷമിക്കുന്നത്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. എന്തൊക്കെ വന്നാലും മീനുവിനെ കിട്ടി ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവൻ്റെ തീരുമാനം അങ്ങ് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. ആയുസിൻ്റെ ബലം കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. ഇല്ലേ, ഇന്നലെ തന്നെ തീർത്തേനെയല്ല. അയാൾ പല്ല് ഞെരിച്ചു. അലക്സിന് അല്പം ദേഷ്യം വന്നു. ഇനിയും തീരുമാനത്തിൽ മാറ്റമില്ലേ എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ടും വാശി വെച്ചിരിക്കാനാ ഭാവമെങ്കിൽ ഇങ്ങനെയൊരു മകനില്ലെന്ന് ഞാനങ്ങ് വയ്ക്കും. അത് കേട്ടത് അവൻ ദേഷ്യം വന്നു. അവൾ ആരും പറ്റുന്നതൊന്നും പറയാതിരിക്കൂ. അവന് ഒരാപത്തും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊന്നും പറയല്ലേ? അലക്സ് പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടി. എന്ത്? അപ്പോൾ ആപത്ത് പറ്റിയെന്നോ? നീ എന്താ പറയുന്നത്? അയാൾ ചോദിച്ചു. അലക്സ് ഒന്ന് ഞെട്ടി. എന്ത് പറയണേന്നറിയാതെ കുഴങ്ങി. അലക്സ്, എന്താ? അതങ്കിൾ, ഇന്നലെ രാത്രി മുതലേ അതവന് കാണാനില്ല. പ്രഭാകരൻ സ്തംഭിച്ചു നിന്ന്. സൗദാമിനി അയാളെ സൂക്ഷിച്ചു നോക്കി. എന്തോ കുഴപ്പമുണ്ടല്ലോ, സൗദാമിനി മനസ്സിൽ പറഞ്ഞു. എന്ത്? അപ്പോനെ കാണുന്നില്ലെന്നോ? അതെ അങ്കിൾ, അവനുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട് അയാൾ ആകെ തരിച്ചു നിന്നു. ഫോൺ വെച്ച് യാന്ത്രികമായി 2 ചുവട് വെച്ചതും തളർന്ന അയാൾ താഴേക്ക് വീണു. സൗദാമിനി ഞെട്ടിയോ. ഓടി വന്ന് അയാളെ താങ്ങി പിടിച്ചു. അയ്യോ വലിയേട്ടാ, ആരെങ്കിലും ഓടി വരണേ! അവൾ നിലവിളിച്ചു. ബഹളം കേട്ട് എല്ലാവരും ഓടി വന്നു. അയ്യോ, എന്തു പറ്റി വലിയേട്ടന്? എല്ലാവരും കൂടി അയാളെ താങ്ങി പിടിച്ച് അകത്ത് കൊണ്ടുപോയി കിരുത്തി. പാർവതി അയാളുടെ അരികിലിരുന്നു. എന്താ ഉണ്ടായത്? പാർവതി ചോദിച്ചു. പ്രഭാകരൻ എന്തോ പറയാമെന്ന്, പക്ഷെ നാവ് കുഴഞ്ഞു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. മിത്ര വേഗം വെള്ളവുമായി വന്ന് അയാൾക്ക് കൊടുത്തു. പാർവതി അയാളുടെ നെഞ്ചിൽ തടവി. വെള്ളം കുടിച്ചതും അയാൾക്ക് ആശ്വാസമായി. എന്താ സൗദാമിനി ചേച്ചി ഉണ്ടായത്? ശിവരാമൻ ചോദിച്ചു. അത് അപ്പൂൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു, അലക്സ്. അവരെന്താ പറഞ്ഞത്? അത് അവൾ പരിങ്ങലോടെ എല്ലാവരെയും നോക്കി. അത് അപ്പൂനെ ഇന്നലെ മുതൽ കാണാനില്ലത്രേ. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിന്നു. പാർവതി ചാടി എന്നിട്ട്, എൻ്റെ മോനെ കാണാൻ നിന്നോ? നീ എന്താ ഈ പറയുന്നത്? പാർവതി ദേഷ്യത്തോട് ചോദിച്ചു. അത് ചേച്ചി, അത് കേട്ടതും വലിയിട്ട് തളർന്നു വീഴുകയായിരുന്നു. പാർവതി പേടിയോടെ നെഞ്ചിൽ കഴിച്ചു. ഈശ്വര, എൻ്റെ മോൻ! അവൾ അലമുറയിട്ട് കരഞ്ഞു. മിത്ര പാർവതിയെ പിടിച്ചു. വലിയമ്മ കരയാതെ, കാര്യം എന്തെന്ന് ശരിക്കറിയട്ടെ. ഇല്ല, എനിക്കറിയാം. എൻ്റെ മോൻ സങ്കടം കൊണ്ട് പോയതാ. മീനുവിനെ കാണാതായത് അറിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതാ അവളൊന്നും ചെയ്യേണ്ടത്. കേട്ടില്ല എൻ്റെ മോൻ. പാർവതി പൊട്ടിക്കരഞ്ഞു. ചേച്ചി കരയാതെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ശിവരാമൻ പറഞ്ഞു. പിന്നെ ശങ്കരനെയും വിളിച്ച് പുറത്തേക്ക് നടന്നു. പാർവതി കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. പ്രഭാകരൻ ദയനീയമായി അവളെ നോക്കി. പിന്നെ പതിയെ എഴുന്നേറ്റ് വേച്ച് പുറത്തേക്ക് നടന്നു. മിത്രയും മുഷിയില്ലാതെയും അവളുടെ അരികിലിരുന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശിവരാമൻ അലക്സിനെ വിളിച്ചു. ഹലോ അലക്സ്, എന്തൊക്കെയാ കേൾക്കുന്നത്? നേരാണോ ഇതൊക്കെ? അതെ അങ്കിൾ, ഞങ്ങളിവിടെ എല്ലായിടത്തും അന്വേഷിച്ചു. അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇനി അവൻ ഇങ്ങോട്ടെങ്ങാനും പോകുന്ന കാണുമോ? ഇല്ല, അതിന് സാധ്യതയില്ല. അന്നത്തെ മിഷന് ശേഷം സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് 2 ദിവസത്തേക്ക് ഷിപ്പും ബോട്ടൊന്നുമില്ല. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റൊന്നും ഇല്ല. അവിടെ ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു, അലക്സ് പറഞ്ഞു. ശിവരാമനും ശങ്കരനും പരസ്പരം നോക്കി. എന്നാൽ ശരി അലക്സ്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണേ. ശരി അങ്കിൾ. കോൾ കട്ടായി. ഉഷിയിലധികം സൗദാമിനി അവിടേക്ക് വന്നു. എന്താ അവൻ പറഞ്ഞത്? സത്യമാ, അതിർന്നെ കാണാനില്ല. എവിടെ പോയതാണെന്ന് ആർക്കും അറിയില്ല. ഇനി അവൻ ഇങ്ങോട്ടേക്കാനും പോകുന്നതാണോ? ഉഷി ചോദിച്ചു. അതിന് സാധ്യതയില്ലെന്ന് അലക്സ് പറയുന്നത്. എന്തോ സുരക്ഷാ പ്രോബ്ലം ഉള്ളതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് അവിടുത്തെ യാത്ര വിലക്കാണത്രേ. ഷിപ്പും ഫ്ലൈറ്റൊന്നും ഇല്ലാതെ അവൻ എന്തായാലും വരാൻ സാധിക്കില്ലല്ലോ, ശിവരാമൻ പറഞ്ഞു. എനിക്ക് പേടി അതല്ല, മീനുവിനെ നിങ്ങളെല്ലാവരും കൂടി കൊന്നു കളഞ്ഞെന്ന് വെച്ച് അതുപോലെ അവിവേകം കാണിച്ച് കാണുമോന്നാ, സൗദാമിന് പറഞ്ഞു. അമ്മേ!
മിത്ര രോഷത്തോക്കിട്ട് അവിടേക്ക് വന്നു. എൻ്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അത്രയ്ക്ക് ഭീരുവൊന്നല്ല എൻ്റെ ഏട്ടൻ. മീനു ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നേ മരിക്കുകയല്ല, ജീവനെടുത്തവനെ കുത്തി മലർത്തി അന്തസ്സായി ജയിലിൽ പോയി കിടക്കും. അതാ എൻ്റെ ഏട്ടൻ. അവൾ രൂക്ഷമായി എല്ലാവരെയും നോക്കി, പിന്നെ നടന്നു. ഓ എൻ്റെ ദൈവമേ, അവൻ ആപത്തൊന്നും വരുത്തല്ലേ, എല്ലാവരും പറഞ്ഞു. വൈകുന്നേരത്തോടെ മീനുവിനെ ഡിസ്ചാർജ് ചെയ്തു. അവരെ ഇരുവരെയും വീട്ടിൽ കൊണ്ടുവിട്ട് ടോണി സാധനങ്ങൾ വാങ്ങാനായി കവലയിലേക്ക് തിരിച്ചു. മുറിയിലേക്ക് ചെന്ന് മീനു ഫോണെടുത്ത് അഥർവിനെ വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന മറുപടി കിട്ടി. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഇതെന്താ ഇങ്ങനെ? മേശപ്പുറത്ത് ഫോണും വെച്ച് മീനു വിരികിനെ പോലെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്കൂടെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്തൊരു കഷ്ടം ഇത്! എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ തിരിച്ചു വന്ന കാര്യം അറിഞ്ഞിട്ടും ഒന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ അപ്പേട്ടന്. അത്രയ്ക്ക് തിരക്കായിപ്പോയോ അപ്പേട്ടന്? അവൾ പരിഭവത്തോടെ പിറപെടുത്തു. ഇത്ര തവണ അലക്സേട്ടനെ വിളിച്ച് ഇനി അലക്സേട്ടൻ അപ്പേട്ടനോട് പറഞ്ഞു കാണില്ലേ? ഏയ് ഇല്ല, അറിഞ്ഞു കാണും. ചിലപ്പോൾ എന്നോട് പിണക്കത്തിലായിരിക്കുമോ, അതോ അപ്പേട്ടനെന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അലക്സേട്ടൻ പറയാതിരിക്കുമോ? അവൾ സ്വയം ഓരോന്ന് പറഞ്ഞിരിക്കുക. മായ അകത്തേക്ക് വന്നു. മീനു തനിച്ച് വർത്തമാനം പറയുന്നത് ഉണ്ട്. അവൾ ചിരിച്ചു. നീ എന്താ ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയുന്നത്? അപ്പേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചേച്ചി. എത്ര നേരമായി മനുഷ്യനോട് ടെൻഷൻ അടിച്ച് ആവാറായി. അവൾ വിഷമത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ കിടന്ന് ചാടാതെ. അപ്പോൾ എന്തെങ്കിലും തിരക്കിൽ ചെന്ന് പെട്ട് കാണാം. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ. എന്നാലും ഒരു ദിവസം മുടങ്ങാതെ 2-4 തവണയൊക്കെ വിളിക്കുന്ന ആളാ. വിളിക്കാൻ പറ്റിയില്ലേ മുൻകൂട്ടി പറയുകയും ചെയ്യും. ഇതിപ്പോൾ അവൾക്ക് അറിയാൻ തുടങ്ങി. അത് പറഞ്ഞ് മായ തിരിഞ്ഞു നടന്നു. ഒന്നുകൂടി ഫോണിലേക്ക് നോക്കി മുഖം ഒരു വശത്തേക്ക് കൂടി ദേഷ്യത്തോടെ തോർത്തും എടുത്ത് മീനു നടന്നു. വിളക്ക് കത്തിച്ച് മീനു വരാന്തയിൽ കൊണ്ടുവച്ചു. ആ സമയം മായും വരാന്തയിലേക്ക് വന്നു. ഇരുവരും തൊഴുത് വഴിയിലേക്ക് നോക്കി. മാഷി കാണുന്നില്ലല്ലോ ചേച്ചിയോ, മീനു പറഞ്ഞു. കവലയിൽ തിരക്ക് കാണാം, മായ പറഞ്ഞു. അപ്പോൾ മുറ്റത്ത് ബൈക്ക് വന്നു നിന്നു. വരാന്തയിൽ തന്നെ പുഞ്ചിരിയോടെ നിൽക്കുന്ന മീനുവിനെ കണ്ട് അവനൊന്ന് പരിങ്ങി. അവളുടെ മുഖത്ത് നോക്കാതെ സാധനങ്ങളുടെ കവറും എടുത്ത് അവൻ ബൈക്കിൽ നിന്നിറങ്ങി വരാന്തയിലേക്ക് കയറി. എന്താ ഇത്ര വൈകിയത്? അത് കവലയിൽ ചെന്നപ്പോൾ ഓരോരുത്തരെ കണ്ട് ഓരോന്ന് സംസാരിച്ചിരുന്നു പോയി. മീനു, നീ ഈ സാധനങ്ങളൊക്കെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കി, എന്നിട്ട് എനിക്കൊരു കപ്പ് കാപ്പി എടുത്തുകൊണ്ട് വാ, ടോണി പറഞ്ഞു. അവൾ കവറും വാങ്ങി അകത്തേക്ക് നടന്നു. അയാൾ പരവേശത്തോടെ വരാന്തയിലെ കസേരയിലിരുന്നു. എന്താ മാഷേ, ആകെ ഒരു വെല്ലായ്മ പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാളൊന്ന് നിശ്വസിച്ച് എഴുന്നേറ്റു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. കവലയിൽ ചെന്നപ്പോൾ അറിഞ്ഞതാ നമ്മുടെ അപ്പൂനെ. മായ വേവലാതിയോടെ ചോദിച്ചു. അപ്പൂനെ കാണാനില്ലെന്ന്. മായ ചീട്ടിത്തെറിച്ച് ചാടി എഴുന്നേറ്റ്. എന്ത്? അപ്പൂനെ കാണാനില്ലെന്ന്? അതെ, അവൻ്റെ ഫ്രണ്ട് അലക്സ് വിളിച്ച് പറഞ്ഞതാണത്രേ. മേലെടുത്ത് തറവാട്ടിലാകെ എല്ലാവരും ചത്ത അവസ്ഥയിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈശ്വര, അപ്പോൾ ഇതേവരെ വിളിച്ചിരുന്ന് പറഞ്ഞു മീൻ ഇവിടെ കിടന്ന് കരച്ചിലായിരുന്നു. അപ്പൂവിനെ കാണാനില്ല എന്നെങ്ങാനും അറിഞ്ഞാൽ. അത് പറഞ്ഞതും എന്തോ വീണുടയുന്ന ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. വാതിക്കലെല്ലാം കേട്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു മീനു. അവളുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് താഴെ വീണു. അവൾ പതുക്കെ അവൻ്റെ അരികിലേക്ക് വന്നു. മാഷ് എന്താ ഈ പറയുന്നത്? എൻ്റെ അപ്പൂട്ടൻ. മോളെ, നീ ബഹളമൊന്നും വയ്ക്കരുത്. അവൻ ഇന്നലെ രാത്രി മുതൽ കാണാനില്ലെന്ന അലക്സ് പറഞ്ഞത്. അവർ അന്വേഷിക്കുന്നുണ്ട്, ഉടനെ അവനെ കണ്ടെത്തും. മീനു ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. പുറകോട്ട് വീഴാൻ പോയത് മായ വന്ന് അവളെ പിടിച്ചു. അവളെ സൂക്ഷിച്ച്. അവൾ മീനുവിനെ പിടിച്ച് കസേരയിലെടുത്തി. ചേച്ചി, എൻ്റെ അപ്പൂട്ടൻ എന്താ പറ്റിയിട്ടുണ്ട്? എനിക്കറിയാം, അതാ ഇത്രയും നേരമായിട്ട് എന്നെ ഒന്നും വിളിക്കാത്തത്. എന്ത് തിരക്കൊണ്ടായാലും ആരെ വിളിച്ചില്ലേലും എന്നെ വിളിക്കുന്നത് എൻ്റെ അപ്പൂട്ടൻ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മായ അവളെ ചേർത്ത് പിടിച്ചു. കരയില്ല മോളെ, അപ്പം നല്ലവനാ, അവനൊരാപത്തും വരുത്തില്ല ഈശ്വരൻ. മീന് കണ്ണുകൾ തുടച്ചു. പിന്നെ പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ മായയും ടോണിയും പരസ്പരം നോക്കി നിന്നു. തുടരും.